ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്താണ് ഗായ്സ് ഈ ബഹിരാകാശം? നമുക്കിന്ന് അത് പരിശോധിക്കാം. ഭൂമിയും ചന്ദ്രനും പോലുള്ള ജ്യോതിർഗോളങ്ങൾക്കിടയിലുള്ള ശൂന്യമായ പ്രദേശമാണ് ബഹിരാകാശം അഥവാ ശൂന്യാകാശം. ശൂന്യാകാശം എന്നാണ് പേരെങ്കിലും ഇത് പൂർണ്ണമായും ശൂന്യമല്ല. വളരെ കുറഞ്ഞ സാന്ദ്രതയിലുള്ള ഹൈഡ്രജൻ്റെയും ഹീലിയത്തിൻ്റെയും പ്ലാസ്മയും വൈദ്യുതകാന്തിക മണ്ഡലങ്ങളും ന്യൂട്രിയോണുകളും ഈ പ്രദേശത്തുണ്ട്. 2.7 കെൽവിനാണ് ബഹിരാകാശത്തിലെ സാധാരണ താപനില. ഒരു ക്യൂബിക് മീറ്ററിൽ ഒരു ഹൈഡ്രജൻ ആറ്റം എന്ന തോതിലുള്ള പ്ലാസ്മയാണ് ഭൂരിഭാഗവും. സാന്ദ്രതയോട് കൂടിയ പ്രദേശങ്ങൾ നക്ഷത്രങ്ങളും താരാപഥങ്ങളുമായി രൂപപ്പെട്ടിട്ടുണ്ട്. എവിടെ നിന്നാണ് ബഹിരാകാശം തുടങ്ങുന്നത് എന്നതിന് പ്രത്യേകിച്ച് ഉത്തരം ശാസ്ത്ര സമൂഹം നൽകിയിട്ടില്ല. പക്ഷെ സമുദ്രനിരപ്പിൽ നിന്ന് 100 കിലോമീറ്റർ മുകളിൽ കർമാൻ ലഗനിൽ ബഹിരാകാശം തുടങ്ങുന്നതായാണ് സാധാരണ എല്ലാ ബഹിരാകാശ കരാറുകളിലും പരാമർശിക്കാറുള്ളത്. 1967 അന്താരാഷ്ട്ര ബഹിരാകാശ നിയമത്തിനു വേണ്ടി ഐക്യരാഷ്ട്രസഭ ബഹിരാകാശ കരാർ പാസാക്കി. ഈ കരാർ എല്ലാ രാജ്യങ്ങൾക്കും ബഹിരാകാശ പര്യവേഷണങ്ങൾക്കും പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുന്നു. ബഹിരാകാശം സമാധാനപരമായി ഉപയോഗിക്കാൻ UN വ്യവസ്ഥകളുണ്ടെങ്കിലും ഉപഗ്രതവേദ ആയുധങ്ങൾ നിർമ്മിക്കുകയും ഭൂമിയുടെ ഭ്രമണപഥത്തിൽ പരീക്ഷിക്കുകയും ചെയ്തിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ടിൽ വളരെ ഉയരത്തിൽ പോകുന്ന ബലൂണുകളുടെ സഹായത്തോടെ ബാഹ്യാകാശ പര്യവേഷണങ്ങൾ തുടങ്ങിയിരുന്നു. അതിനുശേഷം മനുഷ്യനുള്ളതും ഇല്ലാത്തതുമായ റോക്കറ്റുകൾ ഉപയോഗിച്ച് ധാരാളം പരീക്ഷണങ്ങൾ നടത്തി. ലൈക്കയാണ് ആദ്യമായി ഭൂമിയിൽ നിന്നും ബഹിരാകാശത്തെത്തിയ ആദ്യ ജീവി. പിന്നീട് 1961 റഷ്യയുടെ യൂറി ഗഗാറിൻ ബഹിരാകാശ യാത്ര നടത്തുന്ന ആദ്യത്തെ വ്യക്തിയായി. പിന്നീട് അങ്ങോട്ട് ധാരാളം ബഹിരാകാശ പര്യവേഷണങ്ങൾ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളിലേക്കും നടത്തിയിട്ടുണ്ട്. ബഹിരാകാശത്തെത്തിയ പ്രഥമ ഭാരതീയൻ രാകേഷ് ശർമ്മയാണ്. ബഹിരാകാശം എല്ലാം കൊണ്ടും മനുഷ്യന് വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്ക് എത്തുന്നതിന് മണിക്കൂറുകൾ കുറഞ്ഞത് 28,700 കിലോമീറ്റർ വേഗത ആവശ്യമാണ്. ഇത് സാധാരണ വിമാനങ്ങളുടേതിനേക്കാൾ വളരെ കൂടുതലാണ്. ബഹിരാകാശത്ത് ശൂന്യതയും വികിരണങ്ങളും മറ്റ് ഭീഷണികൾ ഉയർത്തുന്നുണ്ട്. ശൂന്യാകാശത്തെ ഗുരുത്വമില്ലായ്മ ശാരീരികമായ ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഇത്തരം ബുദ്ധിമുട്ടുകൾ കാരണം മനുഷ്യൻ്റെ ബഹിരാകാശ യാത്ര ഭൂമിയുടെ ഭ്രമണപഥത്തിലേക്കും ചന്ദ്രനിലേക്കുമായി പരിമിതപ്പെടുത്തി. മറ്റിടങ്ങളിലേക്ക് മനുഷ്യനില്ലാത്ത ഉപഗ്രഹങ്ങൾ മാത്രമാണ് പര്യവേഷണങ്ങൾക്ക് വേണ്ടി അയക്കാറുള്ളത്. 9 മാസത്തെ നീണ്ട ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവിടെ 9 മാസങ്ങളോളം താമസിക്കുക എന്നത് ഒട്ടനവധി വെല്ലുവിളികളും അതിലേറെ അത്ഭുതങ്ങളും നിറഞ്ഞ അനുഭവമാണ്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ അഥവാ ISS സുനിത വില്യംസ് എങ്ങനെയാണ് ഒരു സാധാരണ ദിനം ചിലവഴിച്ചത്? ഭക്ഷണം കഴിക്കുന്നതും ഉറങ്ങുന്നതും വ്യായാമം ചെയ്യുന്നതും വസ്ത്രം ധരിക്കുന്നതും പോലുള്ള കാര്യങ്ങൾ അവിടെ എങ്ങനെ വ്യത്യസ്തമായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളിലേക്ക് ഒരു എത്തിനോട്ടം നടത്താം. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ഒരു സാധാരണ ദിനം. ഭൂമിയിലെ നിയന്ത്രണ കേന്ദ്രമാണ് ISSലെ ഓരോ ദിവസത്തെയും ഓരോ നിമിഷത്തെയും കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ബഹിരാകാശ യാത്രികർ സാധാരണയായി ഏർലി മോർണിംഗ് ഉണരും. ISS മോഡ്യൂളിലെ ഹാർമണി എന്നറിയപ്പെടുന്ന ടെലിഫോൺ ബൂത്തിൻ്റെ വലിപ്പമുള്ള സ്ലിപ്പിംഗ് ക്വാർട്ടേഴ്സിൽ നിന്നാണ് അവർ ഉണരുന്നത്. മുൻ ബഹിരാകാശ യാത്രികനേക്കാൾ സ്ലോട്ട് ഈ അറകളെ ലോകത്തിലെ ഏറ്റവും മികച്ച സ്ലിപ്പിംഗ് ബാഗുകളോട് ഉപമിക്കുന്നു. ഓരോ ചെറിയ അറകളിലും ലാപ്ടോപ്പുകൾ ഉണ്ടാകും. അതുവഴി യാത്രക്കാർക്ക് അവരുടെ കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെടാൻ സാധിക്കും. കൂടാതെ സ്വകാര്യമായ ചിത്രങ്ങളും പുസ്തകങ്ങളും സൂക്ഷിക്കാൻ ഒരിടവും ഉണ്ടാകും. ബാത്റൂമും വ്യക്തി ശുചിത്വവും. ബഹിരാകാശ നിലയത്തിലെ ബാത്റൂം ഒരു ചെറിയ അറയാണ്. അവിടെ മാലിന്യവും അവശിഷ്ടങ്ങളും ഉണ്ടെങ്കിൽ ഉന്നത മർദ്ദം ഉപയോഗിച്ച് വലിച്ചെടുക്കുന്ന സക്ഷൻ സംവിധാനം ഉണ്ടായിരിക്കും. വിയർപ്പും മൂത്രവും പുനരുപയോഗിച്ച് കുടിവെള്ളത്തിനായി ഉപയോഗിക്കുക എന്നതാണ് സാധാരണ രീതി. എന്നാൽ സാങ്കേതിക തകരാറുകൾ ഉണ്ടായാൽ മൂത്രം സംഭരിക്കുകയും ചെയ്യും. അതിനുശേഷം ബഹിരാകാശ യാത്രികർ അവരുടെ ദിവസത്തെ ജോലികൾ ആരംഭിക്കും. ഭൂരിഭാഗ സമയവും അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനും വിവിധ ശാസ്ത്രീയ പരീക്ഷണങ്ങൾക്കുമായിട്ടാണ് നീക്കിവെക്കുന്നത്. ISSൽ വിവിധ പരീക്ഷണങ്ങൾ നടത്താനായി 6 അത്യാധുനിക ലാബുകൾ ഉണ്ട്. വെല്ലുവിളി നിറഞ്ഞ ബഹിരാകാശ അന്തരീക്ഷം മനുഷ്യ ശരീരത്തിൽ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കാൻ ബഹിരാകാശ യാത്രികർ ഹൃദയം, തലച്ചോറ്, രക്തം എന്നിവയുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന മോണിറ്ററുകൾ ധരിക്കും.
നിക്കോൾ സ്ലോട്ട് ഇതിനെ നമ്മൾ ഗിനിപ്പന്നികളെ പോലെയാണെന്ന് വിശേഷിപ്പിക്കുന്നു. ബഹിരാകാശം നിങ്ങളുടെ അസ്ഥികളെയും പേശികളെയും വാർദ്ധക്യത്തിലേക്ക് വളരെ വേഗത്തിൽ എത്തിക്കുന്നു. ഇത് ശാസ്ത്രജ്ഞർക്ക് പഠിക്കാൻ സാധിക്കും. ബഹിരാകാശ യാത്രികർക്ക് മിഷൻ കൺട്രോളിൻ്റെ കണക്ക് കൂട്ടലുകളേക്കാൾ വേഗത്തിൽ പലപ്പോഴും ജോലികൾ പൂർത്തിയാക്കാൻ സാധിക്കാറുണ്ട്. ക്രിസ് ഹാഡ്ഫീൽഡ് പറയുന്നത് 5 മിനിറ്റ് ഒഴിവു സമയം കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയെന്നും ആ സമയം ജനലിലൂടെ പുറത്തേക്ക് നോക്കാനും സംഗീതം എഴുതാനും ചിത്രങ്ങൾ എടുക്കാനും കുട്ടികൾക്കായി എന്തെങ്കിലും എഴുതാനും ഉപയോഗിക്കുന്നുവെന്നുമാണ്. അദ്ദേഹത്തിന് സ്പേസ് വാക്ക് ചെയ്യാനുള്ള അസുലഭമായ അവസരവും ലഭിച്ചിട്ടുണ്ട്. ബഹിരാകാശ നിലയം വിട്ട് പുറത്തേക്ക് പോകുന്ന ഈ അനുഭവം അദ്ദേഹം 2 തവണ നടത്തിയിട്ടുണ്ട്. ഹെൽമറ്റ് പോലുള്ള പ്ലാസ്റ്റിക് വൈസർ ഒഴികെ താനും പ്രപഞ്ചവും തമ്മിൽ മറ്റൊന്നുമില്ലാതിരുന്ന ആ 15 മണിക്കൂർ തൻ്റെ ജീവിതത്തിലെ ബാക്കിയുള്ള സമയത്തേക്കാൾ വളരെ വ്യത്യസ്തമായിരുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. ഈ സ്പേസ് വാക്കിനൊപ്പം ബഹിരാകാശ യാത്രികർക്ക് ലോഹം പോലെയുള്ള ഒരു ഗന്ധവും അനുഭവപ്പെടാറുണ്ട്. ബഹിരാകാശത്തിലെ ഗന്ധം 1991 സോവിയറ്റ് ബഹിരാകാശ നിലയമായ മിറിൽ 8 ദിവസം ചിലവഴിച്ച ബ്രിട്ടനിലെ ആദ്യത്തെ ബഹിരാകാശ യാത്രിക ഹെലൻ ഷാർമാൻ പറയുന്നത് ഭൂമിയിലെ അലക്ക് യന്ത്രത്തിൻ്റെയോ ശുദ്ധമായ വായുവിൻ്റെയോ ഒക്കെ ഗന്ധം പോലെ പലതരം ഗന്ധങ്ങളുണ്ട്. എന്നാൽ ബഹിരാകാശത്ത് ഒരേ തരത്തിലുള്ള ഗന്ധം മാത്രമേ ഉള്ളൂ. അത് പെട്ടെന്ന് തന്നെ നമുക്ക് പരിചിതമാവുകയും ചെയ്യും. അവർ അത് കൂട്ടിച്ചേർക്കുന്നു. ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയ ശേഷം തൻ്റെ ഘ്രാണശക്തിയുടെ അനുഭവത്തെക്കുറിച്ച് അവർക്ക് കൂടുതൽ മതിപ്പുണ്ടായി. 33 വർഷങ്ങൾക്ക് ശേഷം അവർ പറയുന്നത് ബഹിരാകാശത്ത് കാലാവസ്ഥയില്ലെന്നും മഴത്തുള്ളികൾ മുഖത്ത് വീഴുകയോ കാറ്റിൽ മുടി പാറുകയോ ചെയ്യില്ലെന്നും ആ ദിവസങ്ങൾ ഇന്നും ഓർക്കുന്നുണ്ടെന്നുമാണ്. എക്സസൈസിൻ്റെ പ്രാധാന്യം. ബഹിരാകാശ നിലയത്തിൽ ദീർഘകാലം താമസിക്കുന്ന ബഹിരാകാശ യാത്രികർ അവരുടെ ജോലികൾക്ക് പുറമെ ദിവസവും 2 മണിക്കൂർ നിർബന്ധമായും വ്യായാമം ചെയ്യണം. ഭാരമില്ലാത്ത അവസ്ഥയിൽ അസ്ഥികളുടെ സാന്ദ്രത വളരെ വേഗത്തിൽ കുറയാൻ തുടങ്ങും. ഇത് തടയുന്നതിനായി 3 വ്യത്യസ്ത തരം വ്യായാമ യന്ത്രങ്ങൾ ഇവിടെയുണ്ട്. വസ്ത്രധാരണവും ശുചിത്വവും. ഈ ജോലികളെല്ലാം ചെയ്യുമ്പോഴും ധാരാളം വിയർപ്പുണ്ടാകും. ഇത് വസ്ത്രം വൃത്തിയാക്കുന്നതിൽ വലിയൊരു വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. ഇവിടെ അലക്കാനുള്ള സൗകര്യമില്ല. കുറച്ച് സോപ്പ് പോലുള്ള കുമിളുകൾ ഉണ്ടാക്കുന്ന വെള്ളം മാത്രമേ ഉള്ളൂ. അതുപയോഗിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന് സ്ലോട്ട് പറയുന്നു. ഗുരുത്വാകർഷണമില്ലാത്തതിനാൽ ശരീരത്തിൽ നിന്ന് വിയർപ്പ് നീക്കം ചെയ്യുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭൂമിയെ അപേക്ഷിച്ച് അവിടെ കൂടുതൽ വിയർപ്പുണ്ടാകും. തലയിൽ വിയർപ്പ് വരുമ്പോൾ തല താഴ്ത്തേണ്ടി വരും. കാരണം അത് കുടഞ്ഞാൽ എല്ലായിടത്തും പടരും. ഈ വസ്ത്രങ്ങൾ അത്രയധികം മലിനമാകുമ്പോൾ ദൗത്യം അവസാനിക്കുമ്പോഴോ ഭൂമിയുടെ അന്തരീക്ഷത്തിൽ പ്രവേശിക്കുമ്പോഴോ ചരക്ക് വാഹനത്തിൽ അവ ഇടും. എന്നാൽ ദിവസവും ധരിക്കുന്ന വസ്ത്രങ്ങൾ വൃത്തിയുള്ളതായിരിക്കും. ഭാരമില്ലാത്ത അവസ്ഥയിൽ വസ്ത്രങ്ങൾ ശരീരത്തിൽ പൊങ്ങി നടക്കും. എണ്ണയോ മറ്റെന്തെങ്കിലോ അഴുക്കോ അവയെ ബാധിക്കില്ല. തനിക്ക് 3 മാസത്തേക്ക് ഒരേ പാൻസ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് സ്ലോട്ട് ഓർക്കുന്നു. ഭക്ഷണവും വിതരണവും. ബഹിരാകാശ യാത്രികർക്ക് ഭക്ഷണം കഴിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ആരെങ്കിലും ഇറച്ചിയോ ഗ്രേവിയോ അടങ്ങിയ ടിൻ തുറന്നാൽ എല്ലാവരും ശ്രദ്ധാലുക്കളായിരിക്കും. കാരണം ഭക്ഷണം പുറത്തേക്ക് തെറിച്ച് അവരുടെ മേൽ വീഴാൻ സാധ്യതയുണ്ട്. ബഹിരാകാശ നിലയത്തിലേക്ക് എപ്പോൾ വേണമെങ്കിലും മറ്റൊരു ബഹിരാകാശ പേടകം പുതിയ യാത്രികരുമായി വരാം. അതോടൊപ്പം ആവശ്യമായ ഭക്ഷണവും വസ്ത്രവും മറ്റു ഉപകരണങ്ങളും എത്തിക്കും. നാസ എല്ലാ വർഷവും സാധനങ്ങൾ എത്തിക്കുന്നതിനായി ബഹിരാകാശ പേടകങ്ങൾ അയക്കാറുണ്ട്. അവ ഭൂമിയിൽ നിന്ന് ബഹിരാകാശ നിലയത്തിലേക്ക് വരുന്നത് അത്ഭുതകരമായ കാഴ്ചയാണ് എന്ന് ഹാഡ്ഫീൽഡ് പറയുന്നു. ബഹിരാകാശ യാത്രികർക്ക് പൊടിച്ച പാലോടുകൂടിയ പ്രഭാത ഭക്ഷണധാന്യങ്ങൾ, പിസ്സ, പൊരിച്ച ചിക്കൻ, ചെമ്മീൻ, കോക്ടെയിൽ, ട്യൂണ എന്നിവ ലഭ്യമായിരുന്നു. നാസയിലെ മെഡിക്കൽ സംഘം അവരുടെ കലോറി ഉപഭോഗം കൃത്യമായി നിരീക്ഷിച്ചിരുന്നു. തുടക്കത്തിൽ ലഭ്യമായിരുന്ന പുതിയ പഴങ്ങളും പച്ചക്കറികളും 3 മാസത്തിനുള്ളിൽ തീർന്നു. പിന്നീട് അവർക്ക് പാക്കേജ് ചെയ്തതോ ശീതീകരിച്ചതോ ആയ പഴങ്ങളും പച്ചക്കറികളുമാണ് ഉണ്ടായിരുന്നത്. ഭക്ഷണം തയ്യാറാക്കുന്നത് ലളിതമാക്കാൻ എല്ലാ ഇറച്ചിയും മുട്ടയും ഭൂമിയിൽ നിന്ന് മുൻകൂട്ടി പാകം ചെയ്താണ് കൊണ്ടുപോയത്. ബഹിരാകാശ നിലയത്തിൽ അവ വീണ്ടും ചൂടാക്കുക മാത്രമേ വേണ്ടിയിരുന്നുള്ളൂ. സൂപ്പ്, സ്റ്റൂ, കാസറോൾ തുടങ്ങിയ നിർജ്ജലീകൃത ഭക്ഷണങ്ങൾ സ്റ്റേഷനിലെ 530 ഗാലൺ ശുദ്ധജല ടാങ്കിലെ വെള്ളം ഉപയോഗിച്ച് പുനരുജ്ജീവിപ്പിച്ചു. കൂടാതെ ബഹിരാകാശ യാത്രികരുടെ മൂത്രവും വിയർപ്പും ശുദ്ധീകരിച്ച് കുടിവെള്ളത്തിനായി വീണ്ടും ഉപയോഗിക്കുന്നു. ISS ഒരു ദിവസം ഒരു ബഹിരാകാശ സഞ്ചാരികൾക്കായി
3.8 പൗണ്ട് ഭക്ഷണ സാധനങ്ങളാണ് കരുതി വയ്ക്കുന്നത്. ഇതുകൂടാതെ പോഷക സപ്ലിമെൻറ്റുകളും നൽകും. സെപ്റ്റംബർ 9 സുനിത വില്യംസ് നിലയത്തിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ദൃശ്യങ്ങൾ നാസ പുറത്തുവിട്ടിരുന്നു. ഭക്ഷണത്തിലെ വൈവിധ്യവും പങ്കുവയ്ക്കലും. ഒരു ദിവസത്തെ കഠിനാധ്വാനത്തിന് ശേഷം അത്താഴത്തിനുള്ള സമയമാകും. ഭക്ഷണം പാക്കറ്റുകളിലായാണ് ലഭിക്കുന്നത്. ഇത് ഓരോ രാജ്യത്തിനും അനുസരിച്ച് വ്യത്യസ്ത അറകളായി തിരിച്ചിരിക്കും. തൻ്റെ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ ജപ്പാനീസ് കറിയും റഷ്യൻ സൂപ്പുമായിരുന്നു. ബഹിരാകാശ യാത്രികരുടെ കുടുംബാംഗങ്ങൾക്ക് അവർക്കായി ഇഷ്ടപ്പെട്ട ഭക്ഷണം അയക്കാനും സാധിക്കും. തൻ്റെ മകനും ഭർത്താവും തനിക്കായി ചോക്ലേറ്റ് പൊതിഞ്ഞ ഇഞ്ചി മിഠായികൾ അയച്ചിരുന്നുവെന്നും മിക്കവാറും എല്ലാവരും അവരുടെ ഭക്ഷണം പരസ്പരം പങ്കുവയ്ക്കാറുണ്ടെന്നും സ്ലോട്ട് ഓർക്കുന്നു. ടീം വർക്കും മാനസികാവസ്ഥയും. ബഹിരാകാശ യാത്രികരെ തിരഞ്ഞെടുക്കുന്നത് അവരുടെ വ്യക്തിപരമായ കഴിവുകളുടെയും മാനസികാവസ്ഥകളുടെയും അടിസ്ഥാനത്തിലാണ്. അവർക്ക് എത്രത്തോളം ക്ഷമയുണ്ട്, അവർക്ക് ശാന്തമായിരിക്കാൻ സാധിക്കുമോ എന്നെല്ലാം സൂക്ഷ്മമായി വിലയിരുത്തിയതിനു ശേഷം മാത്രമേ അവരെ ഒരു ടീമായി പ്രവർത്തിക്കാൻ പരിശീലിപ്പിക്കും. ഇത് സംഘർഷങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് ഷാർമാൻ പറയുന്നു. അതിനർത്ഥം ആരുടെയെങ്കിലും മോശം പെരുമാറ്റം സഹിക്കുക എന്നതല്ല, മറിച്ച് അത് കണ്ടെത്തുകയും പരിഹരിക്കുകയും എന്നതുമാണ്. ഞങ്ങൾ പരസ്പരം പിന്തുണയ്ക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും. ഉറക്കവും ഭൂമിയുടെ മനോഹര കാഴ്ചയും. ദിവസം മുഴുവൻ ശബ്ദമുഖരിതമായ അന്തരീക്ഷത്തിൽ ജോലി ചെയ്ത ശേഷം ബഹിരാകാശ യാത്രികർ ഉറങ്ങാൻ പോകും. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് നിയന്ത്രിക്കാൻ ഫാനുകൾ പ്രവർത്തിക്കുന്നതിനാൽ അവിടെ ചെറിയ ശബ്ദങ്ങളുണ്ടാകും. ഞങ്ങൾ 8 മണിക്കൂർ വരെ ഉറങ്ങാൻ സാധിക്കും. പക്ഷെ മിക്ക ആളുകളും അവരുടെ ജനലിലൂടെ താഴേക്ക് ഭൂമിയിലേക്ക് നോക്കിയിരിക്കുമെന്ന് സ്ലോട്ട് പറയുന്നു. ഭൂമിയിലേക്ക് നോക്കുമ്പോൾ എന്തു തോന്നിയിരുന്നുവെന്ന് മുൻ ബഹിരാകാശ യാത്രികനും വിശദീകരിക്കുന്നു. ഷാർമാൻ പറയുന്നത് ബഹിരാകാശത്തിൻ്റെ വിശാലതയിൽ താൻ വളരെ ചെറുതായി തോന്നിയെന്നും ഭൂമിയെ വ്യക്തമായി കാണുന്നതും മേഘങ്ങളെയും സമുദ്രങ്ങളെയും നോക്കി നിൽക്കുന്നതും നമ്മൾ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള അതിരുകളെക്കുറിച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നുവെന്നും നമ്മൾ എങ്ങനെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഓർമ്മിച്ചുവെന്നും പറയുന്നത്. സ്ലോട്ട് പറയുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളോടൊപ്പം താമസിക്കാൻ തനിക്ക് ഇഷ്ടമായിരുന്നുവെന്നും ഭൂമിയിലെ എല്ലാ ആളുകൾക്കും വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതിനും പ്രശ്നങ്ങളെ എങ്ങനെ തരണം ചെയ്യുമെന്ന് കണ്ടെത്തുന്നതിനും സന്തോഷം നൽകുന്ന കാര്യമാണെന്നുമാണ് അദ്ദേഹം പറയുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഒരു കണ്ടന്റുമായി നമുക്ക് കാണാം ഗൈസ്.